ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുളിച്ച് റെഡിയായിട്ട് കിച്ചണിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയും അതേപോലെ തന്നെ വെജിറ്റബിൾ കുറുമക്കറിയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഫസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ദോശയ്ക്കുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതവിടെ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ആദ്യം പിന്നെ കറിക്കുള്ള പരിപാടിയായിട്ടോ, ചായ വെച്ചതിന് ശേഷം പിന്നെ കറിക്കുള്ള പരിപാടിയിലാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ദോശയൊക്കെ ചുട്ടത്. പിന്നെ അതിൻ്റെ ഇടയിൽ ദോശ ചൂടാനായപ്പോഴത്തേക്കിനും മീൻകാരൻ വന്നിട്ടോ. അപ്പം നമ്മുടെ മീൻകാക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വത്തൽ മീനായിരുന്നു. അപ്പം വത്തൽ മീനൊക്കെ വാങ്ങി ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചപ്പോൾ പിന്നെ ഞാൻ ദോശയ്ക്കുള്ള പരിപാടിയാണ്. അപ്പോൾ ആ ദോശ ചുട്ടിട്ടുണ്ട്. ഇത് എളുപ്പം ചൂടാവുന്ന ഒരു ദോശയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മൂക്ക് ഇന്ന് കൊണ്ടുപോകാൻ ഇന്നലത്തെ കുറച്ച് ചിക്കന് ഫ്രിഡ്ജിൽ ഞാൻ എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ അത് ഞാൻ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് മൂക്കിന്ന് സ്കൂളിലേക്ക് കൊണ്ടുപോകാനെന്ന് ഇതാട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അപ്പോഴത്തേക്കിനും കിച്ചൻ്റെ പരിപാടി ഏകദേശം സെറ്റായിട്ടോ. പിന്നെ ചോറും കാര്യങ്ങളൊക്കെ പിന്നെ മോളെ കൊണ്ടായി കഴിഞ്ഞിട്ടാണ് വെക്കൽ കേട്ടോ. അപ്പോൾ അതാ പിന്നെ അതിന് ശേഷം ഇതാ മോളെ യൂണിഫോം തയ്ക്കുകയാണ്. നോക്കത് ഒരു ഷർട്ടും അതുപോലെ തന്നെ ഒരു പെറ്റിക്കോട്ട് ടൈപ്പാണ് അവളുടെ യൂണിഫോമിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞിതാ റോസ് കളർ ടോപ്പും അതുപോലെ തന്നെ ഒരു ആഷ് കളറ് ആണ് പെറ്റിക്കോട്ടിൻ്റെ കളർ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതാ ചിക്കനൊക്കെ ഞാൻ പീസാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കൊണ്ടുപോകാൻ ഞാൻ അന്ന് തന്നെ തലേന്ന് വെള്ളം ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകാൻ അന്ന് തിളപ്പിച്ചിട്ട് ചൂടാറ്റി കൊടുക്കല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതാ പ്ലേറ്റും വെള്ളക്കുപ്പിയും അതുപോലെ തന്നെ ഇതൊക്കെ വെച്ചതിന് ശേഷം പിന്നെ ഇതാ മോളെ റെഡിയാക്കാണ് കേട്ടോ. പിന്നെ അവള് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബെൽറ്റ് ഈ പ്രാവശ്യത്തെ അല്ല, അത് കഴിഞ്ഞ കൊല്ലത്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തതാണ്. അവൾക്ക് ബെൽറ്റ് കിട്ടാനായിട്ടില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ മോളെ തല ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ രാവിലെ തല നനയ്ക്കാറുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ രാവിലെ ഞാനൊന്ന് ഒരു ഇത് ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സീറാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. സ്ട്രെസ്സിൻ്റെ സീറാണ് ഞാൻ തലയിൽ തേച്ച് കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മുടി 2 ഭാഗത്തേക്ക് ഇങ്ങനെ വെറുതെ കണ്ണിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഉടഞ്ഞ ഇട്ട് കൊടുക്കൽ യൂണിഫോം ഉണ്ടാകുമ്പോൾ ഇന്ന് മോൾക്ക് ഇങ്ങനെ മതി വന്നപ്പോൾ പിന്നെ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് മുടിയൊക്കെ സെറ്റായി കഴിഞ്ഞ് പിന്നെ അവൾ ഒരുങ്ങാൻ പറഞ്ഞു കേട്ടോ. കാരണം അവൾക്ക് ഒരുങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ ഒരുങ്ങണേൻ്റെ ഇടയിൽ മോളച്ഛനും കുട്ടികളും കൂടി ഗ്രൗണ്ടിൽ കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ പോകുന്നതിൻ്റെ മുന്നേ ഗ്രൗണ്ടിൽ ഒന്ന് കറങ്ങാല്ലേ പറഞ്ഞാണ്ട് കുട്ടികളെ കൊണ്ടുപോകാണ്ടോ. ഏട്ടൻ പണിക്ക് പോകാൻ നിൽക്കുന്ന നേരത്തായിരുന്നു കേട്ടോ അത്. പിന്നെ അവളുടെ ഗ്രൗണ്ടിലെ കറക്കമൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇതാ ഞങ്ങൾ റൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പം മൂക്ക് പോകാൻ ഏകദേശം സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളെ റെഡിയാക്കുകയാണ്. അപ്പോൾ അതാ ഏട്ടന് മൂക്കും കൊടുത്ത് പോവാണ്. നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ഇതില് അമ്മയ്ക്ക് ഇഷ്ടമുള്ള കളർ ഇടാണ്. അപ്പൊ അതിട്ടാണ് അമ്മയ്ക്ക് ഇഷ്ടമുള്ള കളർ ചുവട്ടെ ടോപ്പ് പോയി. അപ്പൊ ഞാൻ അമ്മക്ക് ഇഷ്ടം ഇതന്നെയാട്ടോ ചേട്ടത്. പിന്നെ മോളെ റെഡിയൊക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷം മോളെ വണ്ടി ഇടാൻ വേണ്ടി താഴത്തേക്ക് പോയിട്ടോ. 9:30ക്കാണ് മോളെ വണ്ടി. അപ്പം ഞാൻ ഒരു 9:25 ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാറ് കേട്ടോ. തൊട്ട് താഴെ തന്നെയാണ്. അത് കഴിഞ്ഞ് മോളെ കൊണ്ടാക്കി വന്ന് ഞാൻ മോന് ചായ കൊടുത്തിട്ടാണ് കേട്ടോ പോയിരുന്നത്. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് വന്ന് ഞാൻ ചായ കുടിക്കണം.
മോള് കൊണ്ടുവന്ന ഒരു കുറച്ച് നേരത്തിന് ഒരു ഗതികേട് കേട്ടോ. കാരണം അവൾ ഉണ്ടാകുമ്പോൾ അവളുടെ വികൃതിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചിന്തിക്കും കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ അവൾ പോയിക്കാൻ സങ്കടം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഉച്ചത്തേക്കുള്ള കറി റെഡിയാക്കാൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറായിട്ടുണ്ടായിരുന്നു. പിന്നെ കറി വെക്കുന്നുണ്ട്. കറി തേങ്ങ അരച്ചിട്ട് കറിയാണ് വെക്കുന്നത്. പിന്നെ മീൻ വറുത്തതും ഉണ്ടായിരുന്നു. വത്തൽ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ല. അപ്പോൾ അത് വറുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അപ്പോഴത്തേന് മോന് ഫുഡ് കഴിച്ച് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗം അവൻ നിൽക്കുന്നതിൻ്റെ മുന്നേ തന്നെ വേഗം എൻ്റെ പണിയൊക്കെ ഒരുക്കുകയാണ്. കറി ഉപ്പേരിയൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് തേങ്ങ അരയ്ക്കേണ്ട പണി, പിന്നെ അതുപോലെ തന്നെ വത്തൽ മീൻ നന്നാക്കി ഫ്രൈ ചെയ്തെടുക്കുന്ന പണിയാണ് കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ പരിപാടിയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. ഓക്കെ ബൈ. അപ്പം ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ ബൈ. താങ്ക് യു സോ മച്ച്.